വീണ്ടും ഒരു ക്രിസ്മസ് സീസൺ നമ്മുടെ മുമ്പിൽ ഇതാ വന്നു ചേർന്നിരിക്കുന്നു. 2025 ആരംഭിച്ചു. ഇനി ഒത്തിരി ദിവസം ഉണ്ടെന്ന് ഓർത്തിരുന്നപ്പോൾ ഡിസംബർ മാസം തീരാറായി. അടുത്ത ന്യൂ ഇയർ മീറ്റിംഗ് നടത്താനുള്ള കാര്യങ്ങൾ ചിന്തിച്ചു തുടങ്ങി. എല്ലാ കലണ്ടറുകളും മാറാൻ പോകും. എല്ലാ ഡയറികളും ഓൾറെഡി മാറിക്കൊണ്ടിരിക്കുന്നു. ആകമാനം ഒരു പുതുമ, ഒരു പുതുക്കം ലോകത്തെമ്പാടും വരുന്നു. ഇതെല്ലാം പറയുമ്പോൾ ഒരു ക്രിസ്തുഭക്തന് ഇരട്ടിമധുരമാണ്. കാരണം ദ ഇയർ ഓഫ് ദ ലോർഡ് എന്നാണ് ഈ കാലഘട്ടത്തിൻ്റെ പേര്. യേശുക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ കലണ്ടറുകൾ വിഭജിക്കപ്പെടുകയില്ലായിരുന്നു. ഹിസ്റ്ററി എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം ഹിസ് സ്റ്റോറി എന്നാകുന്നു എന്നൊരു ചിന്തകൻ പറഞ്ഞിട്ടുണ്ട്. ചരിത്രത്തെ രണ്ടായി കീറിമുറിച്ചുകൊണ്ട് യേശുനാഥൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. അന്ന് വരെ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന കലണ്ടർ അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ചരിത്രത്തെ രണ്ടായിട്ട് വിഭജിച്ചു. AD and BC. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ഡെത്ത് എന്നൊക്കെ അതിന് അർത്ഥമെടുക്കാം. വേറെയും ഡെഫിനിഷൻസ് ഉണ്ട്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ കെയറോഫിൽ ഉള്ള വർഷങ്ങളായതിനാൽ ഞങ്ങൾക്ക് ഇത് പറയുമ്പോൾ സന്തോഷവും അഭിമാനവും ഒത്തിരിയുണ്ട്. അതൊക്കെ മാറ്റണമെന്നും എടുത്തു കളയണമെന്നും ഒക്കെ അഭിപ്രായമുള്ള മതഭ്രാന്തന്മാർ ഇപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനം കിടക്കും. അത് കർത്താവ് ജനിക്കുന്നതിന് 750 വർഷം മുമ്പുള്ള പ്രവചനമാണ്. എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 2750 വർഷം മുമ്പ്. അതിങ്ങനെയാണ്: അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. മാനുവേൽ നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇവിടെ യേശുവിൻ്റെ ജനനം ഒരടയാളമായിരിക്കും. ആർക്ക്? പാപത്തിൽ നിബദിച്ചു പോയ മനുഷ്യന്. ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നു: ദാവീദ് ഗൃഹമേ കേൾപ്പി, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. അപ്പോൾ മനുഷ്യരോടും ദൈവത്തോടും നിയമലംഘനം നടത്തുന്ന മാനവജാതിയോട് പറയുകയാണ്, ദൈവം ഇനി നേരിട്ട് ഇടപെടാൻ പോവുകയാണ്. കർത്താവ് തന്നെ നിങ്ങൾക്കൊരടയാളം. എന്താണ് അടയാളം? അത് അവിവാഹിത ഗർഭിണിയാകും. അതിനെ ചീത്തയായിട്ട്, മ്ലേച്ഛ കാര്യവുമായിട്ട് പറഞ്ഞ് ദൈവശിക്ഷ മേടിക്കരുത്. അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. ജാരസന്തതി എന്ന പദങ്ങളൊക്കെ ഉപയോഗിക്കുന്ന മതഭ്രാന്തന്മാർ നമ്മുടെ നാട്ടിൽ എഴുന്നേറ്റിട്ടുണ്ട്. ഞങ്ങൾക്ക് അവരോട് പിണക്കമൊന്നുമില്ല. ദൈവം അവരുടെ കണ്ണ് തുറക്കാൻ പ്രാർത്ഥിക്കും. പക്ഷെ വചനം പറയുന്നത് ശ്രദ്ധിക്കൂ, ഇത് ദൈവം തന്ന അടയാളമാണ്. ലോകത്തിൽ ഇന്നു വരെ വ്യഭിചാര സന്തതി ജനിച്ചിട്ടില്ലെന്നല്ല ഞാൻ പറയുന്നത്. പുരുഷ സ്പർശമില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയായിട്ടില്ല. ആ സ്ത്രീയുടെ പേര് മേരി എന്നാണ്. ആ സ്ത്രീ ചോദിച്ചു ഗബ്രിയേൽ മാലാഖയോട്, ഞാൻ പുരുഷനെ അറിയായികയാൽ എങ്ങനെ ഗർഭവതിയാകും? അത്രയും അറിവുള്ള കുട്ടിയാണ്. അപ്പോൾ ഒരു 18 വയസ്സ് കാണും. പുരുഷ സ്പർശമുണ്ടായാൽ മാത്രമേ സ്ത്രീ ഗർഭവതിയാകത്തുള്ളൂ. അത് പ്രകൃതിയുടെ നിയമമാണ്. മെഡിക്കൽ സയൻസ് പുരോഗമിക്കുന്നതിന് മുമ്പും ആ കാര്യം മനുഷ്യർക്ക് അറിവുണ്ട്. സകല മൃഗജാലങ്ങളിലുമുള്ള ഒരു നിയമമാണത്. ലോക ചരിത്രത്തിൽ ഒരൊറ്റ
ഒരൊറ്റ സംഭവം മാത്രം. മേരി എന്ന പെൺകുട്ടി, ഡിവൈൻ പ്രഗ്നൻസി, ദിവ്യഗർഭം. എങ്ങനെ സാധിച്ചു? പരിശുദ്ധാത്മാവ് അവളുടെ മേൽ വന്നപ്പോൾ അവളുടെ ഗർഭപാത്രത്തിൽ ആ അത്ഭുതം നടന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ യേശു ജനിക്കുന്നു. അവനൊരു അടയാളമാണെന്ന് പറഞ്ഞു. അത് പിന്നീട് കർത്താവ് ജനിച്ചപ്പോൾ മത്തായി സുവിശേഷകൻ എഴുതിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? 1:22 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. ആകയാൽ ഈ ക്രിസ്മസ് വീക്കിൽ, ഈ ആഴ്ചയിൽ നമുക്കിങ്ങനെയൊന്ന് ചിന്തിക്കാം. ലോക ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടന്ന ആ അത്ഭുതം, അത് പാപികൾക്കൊരടയാളമാണ്. എന്താണ് ആ അടയാളം? ഇവനാണ് രക്ഷകൻ, ഇവൻ മാത്രം രക്ഷകൻ. God bless you.